പൊന്നീച്ച് പോവാന്നൊക്കെ കേട്ടില്ലേ, ആ ഒരു ഫീല് നോക്കുന്നു. നന്നായി സാറേ എന്താ കുഞ്ഞിക്കാല് വെച്ചിട്ട് വരണൊക്കെ എത്തി. അയ്യോ കാണാനില്ലേ, നല്ല കുട്ടിയായിട്ട് ഇല്ലേ? ഹലോ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ടൈം ഇപ്പോൾ ഒരു 6:30 ആയിട്ടുള്ളൂ കേട്ടോ. പക്ഷേ മഴയുടെ ഒരു അന്തരീക്ഷമാണെങ്കിൽ നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഇരുട്ട് മൂടിയ പോലെയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമല്ല കേട്ടോ. മഴ പെയ്യുമ്പോൾ ആകെ പ്രാന്താവുമെങ്കിലും പക്ഷേ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ വന്ന് നിൽക്കാൻ നല്ല രസമാട്ടോ. ഒരു ചെറിയ മഴത്തുള്ളി മേത്ത് വീണിട്ടും പിന്നെ നിറയെ പച്ചപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ അകത്തേക്ക് കടന്നിട്ട് ഇവിടുത്തെ തുടച്ച് വൃത്തിയാക്കേണ്ട സ്ഥലം നല്ല ഭ്രാന്ത് തോന്നും. ഇവിടേക്കൊക്കെ വെള്ളം വീഴുന്നുണ്ട്. ഇനിയിപ്പോൾ കാത്തും എഴുന്നേറ്റ് വന്ന് വീണാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ആദ്യത്തെ പരിപാടി അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അവൾക്ക് രാവിലെ എഴുന്നേറ്റ് ഒന്ന് സിറ്റ് ഔട്ടിലൊക്കെ പോയിട്ട് ഏട്ടൻ്റെ കൂടെ പോയി ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ ഈ വെള്ളമുള്ളപ്പോൾ ഇരിക്കാൻ വിട്ടേക്ക് എനിക്ക് ധൈര്യം കുറവാണ്. അപ്പം ഞാൻ അവിടെയൊക്കെ തുടച്ച് വരുമ്പോഴേക്കൊന്നും ഉണങ്ങുമല്ലോ. പക്ഷെ വീണ്ടും മഴ പെയ്താൽ കഴിഞ്ഞു, വീണ്ടും അവിടെയൊക്കെ വെള്ളമാവും. എന്നാലും ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടും. പിന്നെ ആരെങ്കിലും വരികയാണെങ്കിൽ ആ ഫ്രണ്ട് വശം തന്നെ വൃത്തിയുടെയൊക്കെ ഇടുന്ന കഴിഞ്ഞില്ല കാര്യം. അപ്പോൾ ഞാൻ അവിടെ വൃത്തിയായിട്ട് ഞാൻ ആ ഡോറാണ്ട് അടച്ചു. ഞാൻ അധികം ടൈം ആ ഡോർ തുറന്നിടാറില്ല കേട്ടോ. നമ്മൾ കാത്തുമ്പോൾ എഴുന്നേറ്റ് വന്ന് പുറത്തേക്ക് പോയാലെന്നൊക്കെ പേടിച്ചിട്ട്. പക്ഷേ ഞാൻ രാവിലെ നിൽക്കുമ്പോൾ അങ്ങനെ തുടച്ച് പണിയെടുക്കുന്ന ടൈം മാത്രമാണ് ഞങ്ങൾ തുറന്നിടാറില്ല. പിന്നെ പുറത്ത് പോവാൻ. പിന്നെ അതാ നേരെ അടുക്കളയിൽ വന്നു. അപ്പോൾ അതാ എനിക്ക് മെഴുകുതിരി കത്തിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പണിയെടുക്കാൻ തോന്നുക ഇങ്ങനെ വല്ലതും ചെയ്യുമ്പോഴാണെങ്കിൽ മഴക്കാലമായപ്പോൾ നല്ല മടി തോന്നുന്നുണ്ട്. രാവിലെ എഴുന്നേൽക്കാനാണെങ്കിലും പണിയെടുക്കാനാണെങ്കിലൊക്കെ. ഞാൻ ഇന്നലെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളം വാർന്നപ്പോൾ ഒതുക്കി വയ്ക്കുകയാണ്. ഞാൻ രാത്രി നമ്മളാണ് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം കഴുകി കമത്തി വയ്ക്കും പാതുമ്പുറത്ത്. അപ്പോൾ രാവിലെ നമുക്ക് ഇത്ത വെള്ളമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കാമല്ലോ. അങ്ങനെ ഞാനതൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം വയ്ക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മുന്നേ ചായപാത്രത്തിലാണ് വെള്ളം വെച്ചിരുന്നെങ്കിൽ ഇപ്പം ഞാൻ വലിയ പാത്രത്തിലേക്ക് ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിലാണ് ഞാൻ ഇപ്പോൾ വെള്ളം വയ്ക്കുന്നത്. കാരണം ചൂടുവെള്ളം കുറച്ചൊന്നും ഉണ്ടായാൽ മതിയാവുന്നില്ല. നല്ല തണുപ്പ വെള്ളത്തിനൊക്കെ. അപ്പം അത് വെച്ചു. പിന്നെ ചായക്കും ഇന്ന് നൂലപ്പം ഉണ്ടാക്കാന്നാണ് എൻ്റെ പ്ലാന്. അത് ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്ത് വീട്ടിൽ നിന്ന് നൂലപ്പത്തിൻ്റെ അച്ചൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ അത് മാത്രമില്ല. അപ്പം ഞാനത് വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. നൂലപ്പത്തിനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ചായക്കൊപ്പം. അപ്പോൾ ഞാൻ അരിപ്പൊടിയൊക്കെ തപ്പി എടുക്കുകയാണ്. ഞാനിങ്ങനെ പൊളിച്ച പാക്കറ്റൊക്കെ വെക്കാൻ ഒരു ഡപ്പുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ എന്തൊക്കെ പൊടികളാണ് പൊളിച്ചത് അതെല്ലാം ഞാൻ അതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പളിക്ക് നമ്മളൊക്കെ കാത്തം എഴുന്നേറ്റിട്ടുണ്ട്. ഇയാൾക്ക് പാല് കൊടുത്താണെന്ന് ഉറക്കണം. കാര്യം ഇത്ര നേരത്തെ എഴുന്നേറ്റ് എൻ്റെ പണിയൊന്നും നടക്കില്ല. അങ്ങനെ അവൾ ഉറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഇതാ വന്നു. അവൾ ഉറക്കാന്ന് വെച്ചാൽ അരമണിക്കൂറത്തെ പരിപാടി കേട്ടോ. അവളൊന്ന് ഉറങ്ങി കിട്ടണമെങ്കിൽ. അപ്പോൾ അവൾ ഉറക്കം കരുത്തിൻ്റെ ശേഷം എന്താ ഞാൻ നൂലപ്പത്തിലുള്ള പൊടിയിലേക്ക് അരിപ്പൊടിയിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ നല്ല തിളച്ച വെള്ളം, നന്നായി തിളയ്ക്കണം കേട്ടോ, ചെറിയ ചൂടൊന്നും പോരാ, നന്നായി തിളച്ച വെള്ളത്തിൽ അതൊഴിച്ചു കൊടുക്കുക. ഞാൻ ഉപ്പൊക്കെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആ വെള്ളം നന്നായി ഒഴിച്ചോട്ട് കയ്യിലുകൊണ്ട് ഞാൻ അങ്ങോട്ട് കളക്കിട്ട നമുക്ക് ഏകദേശം വെള്ളം നോക്കിയാണോ പാകാണോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ. തൊട്ട് നോക്കാന്ന് വെച്ചാൽ കൈ പൊള്ളും. അപ്പം കുറച്ച് വെള്ളം കൂടി ഞാൻ കുറച്ചും കൂടി പൊടി ഇട്ട് നോക്കി. എന്നിട്ട് നമുക്ക് ഞാൻ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വെള്ളം കൂടിയ പോലെ തോന്നിയപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി പൊടിയിട്ട് ഇളക്കിയിട്ട് ഞാൻ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ ചൂടൊക്കെ ഒന്ന് ആറി കിട്ടും. അപ്പോഴേക്കും എനിക്കെൻ്റെ ബാക്കിയുള്ള പണികൾ നോക്കുകയും ചെയ്യാം.
ഞാൻ ബാക്കിയുള്ള വെള്ളം കളഞ്ഞിട്ട് അതിൽ കുറച്ച് വെള്ളം ആക്കിയതിൻ്റെ ശേഷം ഞാൻ ചായക്ക് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് വയനാട്ടിലത്തെ ചായയിൽ കിട്ടി. പിന്നെ ഞാൻ പാൽ ചായ ഉണ്ടാക്കിയിട്ടില്ല തോന്നുന്നു. കട്ടൻ ചായ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ കട്ടൻ ചായ മാത്രമാണ് ഇപ്പോൾ കുടിക്കുന്നത്. ഞാൻ വേഗം വീടൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഈ പണിയെല്ലാം കഴിഞ്ഞില്ലെങ്കിൽ കാത്തും എഴുന്നേറ്റ് ഈ പണികളൊന്നും നടക്കില്ല. പക്ഷെ കാത്തുമ്മ എഴുന്നേറ്റ് വീണ്ടും വീടൊക്കെ വൃത്തിയേടാക്കും വല്ല ഫുഡൊക്കെ കഴിച്ചിട്ട്. അത് പക്ഷെ ആള് മാത്രമല്ല അടിച്ചുടയ്ക്കണ്ടോ, വീട് ഫുള്ളും ചെയ്യണ്ടല്ലോ. അവൾ എഴുന്നേറ്റതിന് ശേഷം വീട് ഫുള്ളും ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. അവൾ എൻ്റെ അടിച്ചോണ്ട് ചൂല് മേടിച്ചോണ്ട് പോയി അത് അങ്ങടാക്കിയിട്ട് ഇങ്ങടാക്കിയിട്ട് എളുപ്പമല്ല പിള്ളേരെ വെച്ച് എന്തെങ്കിലും പണിയെടുക്കാന്ന് വെച്ചാൽ. അപ്പോഴേക്കും എൻ്റെ ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ വേഗം ചായയിലൊക്കെ ഇട്ടു. കറക്റ്റാണെന്ന് നോക്കിയിട്ട് അത് ഓഫാക്കി വെച്ചു. ഇപ്പോഴൊന്നും ഞാൻ ചായ കുടിക്കില്ല. ഏട്ടൻ എഴുന്നേറ്റ് വന്നാൽ ചായ ചോദിച്ചാൽ കൊടുക്കാം എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ്. എത്ര നേരത്തെ എഴുന്നേറ്റാലും എൻ്റെ പണിക്ക് ഓട്ടപ്പാച്ചിൽ തന്നെയാണ് കേട്ടോ. കാരണം കാത്തുമ്പോൾ എഴുന്നേൽക്കുമ്പോഴേക്കും ചെയ്യാൻ വേണ്ടി നോക്കി കഴിഞ്ഞാൽ ഓട്ടപ്പാച്ചിൽ തന്നെയായിരിക്കും. അപ്പോൾ അതാ ഞാൻ മാവൊക്കെ ഒന്ന് ചൂടാറിയപ്പോൾ ഒന്ന് കുഴച്ച് സെറ്റാക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ആ വെള്ളമൊക്കെ പാകം തന്നെയാണ്. ഞാൻ തൊട്ടൊന്നുകൂടി നോക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് നൂലപ്പം ഉണ്ടാക്കുന്നത്. വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നതല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കാറില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം നൂലപ്പവും പാലും. പിന്നെ അതാ ഞാൻ മെല്ലെ പോയിട്ട് ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് അടിച്ചു വരുന്നുണ്ട്. ഇവിടെ ഉണ്ടാ റൂമിൽ എങ്ങനെ പോയാലും കരടാക്കൂട്ടാ. ഒന്നില്ലേ ഞാൻ, അല്ലെങ്കിൽ ഏട്ടൻ, അല്ലെങ്കിൽ മോള്. ഞങ്ങൾ മൂന്നാളുള്ളതുകൊണ്ട് തന്നെ റൂമിൽ എങ്ങനെ പോയാലും കരടുണ്ടാവും. പക്ഷെ ആളിലെ കാര്യങ്ങളൊന്നും വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ റൂമിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഫുള്ളും അടിച്ചു വരി എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 ബെഡ്റൂമിലാണ് ഇതൊക്കെ അടിച്ചൊരു വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊരു നല്ല മെനക്കെട്ട പണിയാണ്. ആദ്യം ഞങ്ങൾ ഒറ്റ റൂം യൂസ് ചെയ്യുള്ളെങ്കിലും ഒരു റൂമിൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മുടിയും കാര്യങ്ങളും വീഴും. മറ്റേ റൂം ഞാൻ വിളക്കത്തിക്കുന്ന റൂം. അവിടെ എന്തായാലും ഞാൻ അടിച്ചുടച്ചിടും. വിളക്കത്തിയുടെ മുന്നേ അടിച്ചുടച്ചിടുന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ എന്തായാലും അടിച്ചുടച്ചിടും. പിന്നെ അതാ ഞാൻ വേഗം തുടയ്ക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പം മഴക്കാലമായ കാരണം പെട്ടെന്ന് തുടയൊക്കെ തീരും. നമ്മൾ ടൈലുമേനൊരു ഈർപ്പം തട്ടിയ പോലെ ആയിരിക്കുമല്ലോ. വേഗം തന്നെ തുടച്ച് വൃത്തിയാവണ പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ചൂട് കാലത്താണ് നമ്മൾ എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ പെട്ടെന്ന് ചൂടെടുത്ത് ക്ഷീണം തോന്നുക. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ അങ്ങനത്തെ പ്രശ്നമില്ല. നമ്മൾ നല്ല പവറായിരിക്കും. അങ്ങനെ ഞാൻ വേഗം തന്നെ എൻ്റെ വീട്ടിലത്തെ എല്ലാ പണികളും ഞാൻ തീർക്കുന്നുണ്ട്. പിന്നെ മാക്സിമം ഇരിക്കുന്ന സാധനങ്ങൾ എന്താ ഒതുക്കി വയ്ക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിക്കും. ആ ഒരു കവർ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. വീട്ടിലത്തെ കവർ ഞാൻ അങ്ങനെ തെറ്റ് കൊടുത്തു. അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാനാണ്. പിന്നെ ഞാൻ വേഗം തന്നെ മുഖമൊക്കെ കഴുകി. കാരണം രാവിലെ ഞാൻ മുഖമൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ലൈറ്റ് ഓഫ് ചെയ്യാൻ വന്നു. പിന്നെ ഞാൻ ആളിലെ ഫുള്ളും ലൈറ്റ് ഓഫ് ആക്കി. ഈ ഒരു ലൈറ്റ് മാത്രം ഇട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ലൈറ്റ്. ഞാൻ പിന്നെ ഈ കർട്ടൻ വീണ്ടും ഇട്ടിട്ട്. കാരണം മേളിൽ നിന്ന് അപ്പുറത്തെ വീടുകാർക്കൊക്കെ മേളിൽ നിന്ന് നോക്കിയത് ശരിക്കും നമ്മൾ ഉള്ളിലത്തെ എല്ലാം കാണാൻ പറ്റും. അപ്പം ഞാനതൊക്കെ അടച്ചിടാറാണ് ഫുൾ ടൈം പതിവ്. അപ്പോൾ അതൊക്കെ അടച്ചിട്ടു എല്ലാം സെറ്റായതിന് ശേഷം ഞാൻ കുറച്ച് റൂം സ്പ്രേ അടിച്ചു. കുറച്ച് നല്ല മണക്കുണ്ടായിക്കട്ടെ ഏട്ടൻ എഴുന്നേൽക്കുമ്പോൾ വിചാരിച്ച്. പിന്നെ ഞാൻ നൂലപ്പത്തിനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. നൂലപ്പത്തിൻ്റെ വീട്ടിലും അധികം നൂലപ്പം ഉണ്ടാക്കാത്തതുകൊണ്ട് ഇതൊക്കെ നല്ല പൊടി പിടിച്ചിട്ടിരിക്കുന്നത്. അതൊക്കെ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ട്. വീട്ടിലും എനിക്കും കുണുക്കനാണ് നൂലപ്പത്തിനോട് ഇഷ്ടം. അമ്മയ്ക്കും തീരെ ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നൂലപ്പം. ഏട്ടനും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടു. അവന് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അവനാകെ ഇഷ്ടം ഇഡ്ഡലി, ദോശ, വെള്ളയപ്പം, പുട്ടും കടലും. അതൊരു വട്ടം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ദോശ, ഇഡ്ഡലിയൊക്കെ എപ്പോൾ ഉണ്ടാക്കി കൊടുത്താലും അവൻ കഴിച്ചോളൂ കേട്ടോ. അതുകൊണ്ട് എനിക്ക് കഷ്ടപ്പാടാണ്. എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അവന് ഇഷ്ടമുള്ള ഫുഡുകൾ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല അവൻ കഴിക്കുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് നൂലപ്പം ഇഷ്ടമായിട്ട് ഞാൻ ഉണ്ടാക്കട്ടെ എന്നൊക്കെ സമ്മതം ചോദിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതൊന്നും കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ആകെ ഈ ഒരു തട്ടും ഈ ഒരു സെറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. കാരണം ഒരുപാട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ആര് കഴിക്കാണ്? കഴിക്കണവർക്കെല്ലാം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. ഞാൻ എല്ലാം ടൈറ്റാക്കി സെറ്റാക്കുന്നുണ്ട്. പിന്നെ മാവ് കറക്റ്റ് വെള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയ്ക്ക് സെറ്റാക്കാൻ പറ്റുന്നുണ്ട്. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അമർത്തി സെറ്റാക്കി തരാൻ ഒരാളെ ഹെൽപ്പ് വേണ്ടി വരും തിരിക്കാൻ. പക്ഷേ വെള്ളമൊക്കെ കറക്റ്റായതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് വരുന്നൊരു കമൻറ്റാണ് ഇവർക്ക് ഫാമിലി ആർക്കും മലയാളം അങ്ങനെ സംസാരിക്കാൻ അറിയില്ല എന്ന്. എൻ്റെ അറിവിൽ ഞാനും എൻ്റെ ഫാമിലിയും സംസാരിക്കുന്നത് മലയാളം തന്നെയാണ്. പിന്നെ ചിലവരൊക്കെ സംസാരിക്കുന്നത്
അച്ചടി ഭാഷ പോലെ സംസാരിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ സംസാരിക്കാറ് അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിലും സംസാരിക്കാറുള്ളത്. അല്ലാതെ ഓരോ വാക്കുകളും ഭയങ്കര ഉച്ചാരണത്തോടെയും അതിൻ്റെ ക്ലിയർ ആയിട്ട് ഈ അച്ചടി ഭാഷ പോലെ പറയാനോ കാര്യങ്ങൾക്കൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവും, എനിക്കത് അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ സംസാരം ഇഷ്ടപ്പെടാത്തുണ്ടാവുക. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കാണാതിരിക്കുക. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളൊരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താ ചേച്ചി വീഡിയോ ഇടാത്ത ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരാണെങ്കിലും എവിടെയെങ്കിലും വെച്ചാൽ ഓടി വന്ന് കെട്ടിപിടിച്ച് നിങ്ങളെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്, എന്നും നിങ്ങളെ വീഡിയോ കാണുന്നവരാന്ന് പറയുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്. അവരുടെ സ്നേഹവും സപ്പോർട്ടും മതി നമുക്ക്. അല്ലാതെ ഇപ്പോൾ എനിക്കെൻ്റെ സംസാരം പെട്ടെന്ന് മാറ്റാന്ന് വെച്ചാൽ നടക്കില്ല. കാരണം ഞാൻ സംസാരിക്കാൻ തുടങ്ങി അന്ന് മുതൽ ഇന്നുവരെ സംസാരിക്കുന്ന സ്റ്റൈലാണിത്. ഇതിൽ നിന്നും മാറ്റി വേറൊരു രീതിക്ക് കൊണ്ടുവരാന്ന് വെച്ചാൽ ഇപ്പം 23 വർഷമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് മാറ്റിയെന്ന് വെച്ചാൽ നടക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ സത്യത്തിൽ. പിന്നെ ഞാൻ മുട്ടക്കറിക്കുള്ള സബോളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അറിവിൽ വീട്ടിലമ്മ ഒരു വട്ടം നൂലപ്പം ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നൂലപ്പം ഇഷ്ടമല്ല, നൂലപ്പം കറിയാണെങ്കിലേ കഴിക്കുക എന്ന് പറയുന്ന ഒരു ഓർമ്മയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നൂലപ്പം കറി ഉണ്ടാക്കിയത്. പക്ഷേ എനിക്കിഷ്ടം നൂലപ്പം പാലാട്ടോ. നാളികേരപ്പാൽ നൂലപ്പമാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ്. എനിക്ക് കറികളൊന്നും താല്പര്യമില്ല. പക്ഷേ ഏട്ടന് കറി ആയിരിക്കും ഇഷ്ടം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഈ കറിയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷെ കറിയൊക്കെ ഉണ്ടാക്കി നൂലപ്പം കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഏട്ടൻ പറയുന്നത് എനിക്ക് നൂലപ്പത്തിന് പാലാണ് ഇഷ്ടം, കറിയല്ല. തീർന്നില്ലേ? ഇതിന് വലിയ 8ൻ്റെ പണി എനിക്ക് കിട്ടാണ്ടാ. പിന്നെ ഞാൻ രാവിലത്തെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന് അത്ര ടേസ്റ്റ് ഒന്നുമില്ല. നമ്മൾ വീട്ടിൽ ആ ചതച്ചുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടില്ല. പക്ഷേ ഇങ്ങനെ കാത്തുമ്മയൊക്കെ ഇങ്ങനെ എഴുന്നേക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. എനിക്ക് അപ്പോഴേക്കും എൻ്റെ പണികളൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വല്ല തരികിട പണികൾ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പിന്നെ കാത്തുമ്മനെ ടേക്ക് കെയറിൽ വിട്ടേക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നു. കാരണം അവൾ എന്നെയും അഡിക്റ്റ് ആയിട്ടുള്ള ഒന്നും വിട്ട് നിന്ന് ആവണം. പിന്നെ ഇപ്പം അവൾക്ക് ഭയങ്കര വാശി. അപ്പം എനിക്ക് എൻ്റെതായ വീഡിയോ എടുക്കൽ പണികളൊന്നും നടക്കുന്നില്ല. കണ്ട ഏട്ടൻ വന്ന് വിളിച്ചപ്പോൾ അവൾ വരാതിരിക്കാൻ പറ്റും, തല തിരിച്ച് പിണങ്ങി കിടക്കുകയായിരുന്നു. അവസാനം ഞാൻ വന്ന് വിളിക്കുന്നത്. ഞാൻ ആദ്യം വരാത്തതിനാണ് ആദ്യം കുറച്ച് പിണങ്ങി അവൾക്ക് കിടന്നത്. പിന്നെ അവൾ സെറ്റ് എഴുതിട്ട് വന്നു. മൂപ്പര് അങ്ങനെയാണ്, ഞാൻ തന്നെ വിളിക്കാൻ വന്നില്ല അവൾ പിണങ്ങി തിരിഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത്. അത് കുറേ ശീലക്കേടുകൾ അവൾക്കുണ്ട് കേട്ടോ. പിന്നെ കൈമാറാൻ സമ്മതിക്കില്ല, എൻ്റെ കയ്യിൽ പോകണില്ല. അങ്ങനെ അവളെ എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള കറികൾ വയ്ക്കുന്ന പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് നാളികേരപ്പാലൊന്നും ഒഴിച്ചില്ല കേട്ടോ. കാരണം ഈ മുതലെടുത്തിട്ട് നാളികേരം ചെരുക എന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല. അല്ലെങ്കിൽ ഒടുക്കത്തെ വാശിയാണ്. അമ്മ എന്നോട് പറയും കേട്ടോ, നൂലപ്പത്തിന് ഉണ്ടാക്കുന്ന കറിക്ക് നാളികേരപ്പാൽ ഒഴിക്കണമെന്ന്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ എന്താ ചെയ്യുക, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് കഴിക്കാനേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. കാത്തുമ്മ ഭയങ്കര വാശിയായിട്ടും പറഞ്ഞു നീ ഒന്നും ഉണ്ടാക്കണ്ട, നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്തോളാം, നീ അതിനെടുത്തോളാം. പക്ഷേ ഇത്രയും ചെയ്തല്ലേ, നീ എന്തിനാ വെറുതെ പുറത്തുനിന്ന് ഫുഡ് മേടിക്കണ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കിയോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. മൂപ്പര് ഉറങ്ങുന്നല്ല, വെറുതെ കിടക്കുകയാണ്. ചെറിയ പിള്ളേരെ വെച്ച് വീട്ടിൽ എന്തെങ്കിലും പണിയെടുക്കാൻ വെച്ചാൽ നമുക്ക് പ്രാന്താവും കേട്ടോ. അപ്പോൾ അവളെ വെച്ച് ഞാൻ ഏകദേശം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി കറി എല്ലാം ആയതിൻ്റെ ശേഷം ഞാനൊന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 9 മണി ആവാറായിട്ടുണ്ട്. 10:30 വരെയൊക്കെ അമ്പലം ഉണ്ട്. ഇവിടെ നിന്നൊരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. നടന്നൊന്നും പോയില്ല, വണ്ടിയിൽ തന്നെ പോവുള്ളൂ. നടക്കാൻ മടിയാണ് എനിക്ക് സത്യത്തിൽ. പിന്നെ മഴയും കൂടെ ഉള്ള തന്നെ ഉണ്ണിനെ വെച്ച് നടക്കാന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ച് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടി വെച്ചിട്ട് ഞാൻ അത് മൂടി വെച്ച് നമുക്ക് ബാക്കിയുള്ള കുളിക്കുള്ള കാര്യങ്ങൾ നോക്കാൻ പോവാന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഇടയിൽ കാത്തുമ്പരം മൂട്ടിയൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള പരിപാടി തന്നെ, ഞാൻ കറി വെക്കുമ്പോൾ അതിൽ പഞ്ചസാര ഇട്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം ഇങ്ങനത്തെ മുട്ടക്കറിയിലൊക്കെ. പിന്നെ ഞാൻ എടുത്തോടുന്ന പാത്രങ്ങളും കറികളൊക്കെ ഞാൻ റിട്ടേൺ കൊണ്ട് ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ കാത്തുമ്പോൾ ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അവളെനിക്ക് ഉമ്മയൊക്കെ തരികയാണ്. ഇപ്പോൾ അവളെ പിണക്കൊക്കെ മാറി, അവൾ സെറ്റായിട്ടുണ്ട്. അത്രയും നേരം പിണക്കായിരുന്നു ഞാൻ ആദ്യം എടുക്കാൻ വരാത്തതിന്. ഇപ്പോഴാണ് അവൾ പിണക്കൊക്കെ ഒന്ന് മാറ്റിയത്. എന്താ ചെയ്യുക, പിള്ളേർക്ക് നമ്മളെക്കാട്ടും വലിയ പിണക്കക്കാരാ. അങ്ങനെ എൻ്റെ അടുക്കളയത്തെ പണികൾ ഫുള്ളും ഞാൻ ചെയ്തത് അവളെ എടുത്തോണ്ടൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം പോണില്ല, ഏട്ടൻ്റെ അടുത്ത് പോകുമ്പോൾ കരയുക. ഞാൻ പറഞ്ഞു എന്തെങ്കിലും അടാളോടെ ഇരുന്നോട്ടെ പറഞ്ഞിട്ട് ഏട്ടൻ റൂമിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാന്നിട്ട് പോയതാണ്. അല്ല തോന്നുന്നു പല്ലേക്കുക, വാഷ്റൂം പോകുക, അങ്ങനത്തെ പരിപാടികളൊക്കെ തോന്നുന്നു ഈ നേരത്ത്. അങ്ങനെ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പോയതാണ്.
അപ്പോഴേക്കും കണ്ട വെള്ളത്തിൽ കളിക്കുക. ഇങ്ങനത്തെ കേസിലൊന്നും ഉറക്കക്ഷീണോ കാര്യങ്ങളോ കുട്ടികൾക്ക് ഉണ്ടാവില്ല കേട്ടാ. എന്നെ പിടിച്ചോണ്ടാണ് എത്തിച്ച് വെള്ളത്തിൽ കളിക്കുന്നത്. അങ്ങനെന്താ ഞാൻ അടക്കളൊക്കെ തുടച്ചിട്ടു വേഗം തന്നെ. ഇനി നമുക്ക് അമ്പലത്തിൽ പോയിട്ട് കുളിക്കാൻ നോക്കാം. അപ്പോഴേക്കും എൻ്റെ ചൂടുവെള്ളം തിളച്ചൊരു ഇതായിട്ടുണ്ട്. ഏട്ടനോട് എപ്പോഴും പറയണ കേസാ, നീ വെള്ളം എത്ര നേരം വെക്കല്ലേ എന്ന്. അങ്ങനെ ഞാൻ അതാ കുളിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടൊഴിച്ചു. ഞാൻ കുളിക്കാൻ പോകാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ ഇവർ കിടന്ന ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിടുന്നുണ്ട്. ഇത് അപ്പയും മോളും ചെയ്യില്ല, അവർ എഴുന്നേറ്റ് വരുള്ളൂ. ഞാൻ തന്നെ ഇതൊക്കെ വിരിച്ച് സെറ്റാക്കിയിടണം. ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അവനോട്, ഏട്ടാ കിടക്ക് വിരിച്ചോളൂന്ന്. പിന്നെ ഞാൻ അന്ന് പറയാം ഏട്ടാ ഇതൊന്ന് വിരിച്ചിട്ടേ ചോദിച്ചാൽ അവൻ വിരിച്ചിടും. അല്ല ഓർത്ത് ചെയ്യാനുള്ള ഓർമ്മ എൻ്റെ കെട്ടുവിന് ഇങ്ങനത്തെ കേസിലില്ല കേട്ടോ. പക്ഷെ പറഞ്ഞാൽ എല്ലാ പണിയും ചെയ്യും. അപ്പം അതാ ഞാനും കാത്തുമ്മയും കുളിക്കാൻ പോവാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കമൻറ്റിന് റിപ്ലൈയും കൂടി തരാം. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മോളുടെ കൂടെ കുളിക്കാൻ നാണല്ലേന്ന്. എന്തിനാ നാണിക്കണത്? എന്നെ എൻ്റെ അമ്മയൊക്കെ അമ്മ കുളിക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ എന്നെയും കുഞ്ഞനും ഒക്കെ കുളിപ്പിച്ചത്. ഇപ്പൊ കുണുക്കനും കുണിക്കനും കാത്തൂനും ഇപ്പൊ അമ്മ, ഞാൻ വീട്ടിലുള്ളപ്പോ അമ്മ തന്നെയാണ് കാത്തൂനും കുളിപ്പിക്കുക. അമ്മ കുളിക്കാൻ കയറുമ്പോഴേക്കാണ് ഇവരെ മൂന്നാലും കുളിപ്പിക്കുക. അതിനിപ്പോ എന്തിനു നമ്മൾ നാണിക്കേണ്ട ആവശ്യം? നമ്മളെ മക്കളെ നമ്മളെ കൂടെ കുളിപ്പിച്ച എന്താ പ്രശ്നം? അവരെ നമ്മളല്ലാതെ ആരും കുളിപ്പിക്കുക. പിന്നെ എൻ്റെ കൂടെ ഒരുമിച്ചായിട്ട് കുളിപ്പിക്കുമ്പോൾ എനിക്ക് സുഖം, എൻ്റെ പണികൾ വേഗം തീരും. അല്ലാതെ അവളെ കുളിപ്പിച്ചിട്ട് ഞാൻ കുളിക്കുമ്പോൾ എൻ്റെ ഡ്രസ്സുമ്പോൾ ഫുള്ള് വെള്ളവും. അപ്പം എന്തിനാ പരിപാടിക്ക് നിൽക്കുന്നത്? അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിൽ പോകാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ഏട്ടൻ്റെ കുളി കഴിഞ്ഞു കേട്ടോ. ഏട്ടൻ്റെ കുളി കഴിഞ്ഞു, സെറ്റായിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല. ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ സൺക്രീമും. ഇത് തന്നെയാണ് ഞാൻ ഫേസിൽ ഇടണുള്ളൂ. വേറെ ക്രീമോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ലിപ്സ്റ്റിക്ക് അത് ഞാൻ സ്ഥിരം നന്നായി യൂസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ കുങ്കുമം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് കണ്ണെഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സാധാരണ കണ്ണങ്ങനെ എപ്പോഴും എഴുതാറില്ല, പക്ഷെ ഇന്ന് എന്തൊരു ആഗ്രഹം തോന്നിയപ്പോൾ കണ്ണെഴുതിയിട്ടുണ്ട്. പിന്നെ പൊട്ടക്കുത്തി. എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. ഇന്ന് നമുക്ക് വേഗം പോയിട്ട് വിളക്ക് കത്തിക്കാം. വീട്ടിൽ വിളക്ക് കത്തിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. രാവിലെ ഇതേപോലെ എന്നും എഴുന്നേറ്റ് വിളക്ക് കത്തിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചില ദിവസങ്ങളിൽ വിളക്ക് കത്തിക്കലൊക്കെ നടക്കുള്ളൂ കേട്ടോ. പണി കഴിയുമ്പോൾ നേരം വഴുകും. അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞ് പ്രാർത്ഥിക്കും മാത്രമേ ചെയ്യാറുള്ളൂ. വൈകുന്നേരത്ത് ഇന്ന് വിളക്ക് കത്തിക്കും, രാവിലത്തെ പരിപാടി. ഞാൻ പുറത്ത് വന്ന് മുടിയൊക്കെ ചിക്കോർത്താണ്, ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് ചെയ്യുള്ളൂ. കാരണം ഇപ്പോൾ നല്ല മുടി കൊഴിച്ചിലുണ്ട്. അതുകൊണ്ട് പിന്നെ വേഗം മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഞാൻ ക്രാബ് ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു പിടുത്തം വന്നിട്ടുണ്ട് കേട്ടാ. നോക്കണേ, ഇന്നലെ രാത്രി ഇതൊക്കെ കയറ്റി പിടിച്ച് കൊണ്ടുവന്നു വന്നിട്ട് തിരിച്ച് അതേപോലെ തന്നെ ഇറക്കുക. ഇന്നലെ എടുത്ത കവറ് മാറിപ്പോയി, അതാണ് ഏറ്റവും വലിയ ചതി. ഓ പോവാ 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 പോവാ. അപ്പൊ പൊന്നു കയറ്റി ഇറക്കാൻ പോയി. ഞാൻ വന്നിട്ട് വണ്ടി ഓണാക്കണ്ടേ? ഇതിപ്പോ നമ്മുടെ വണ്ടി 62 അടിച്ചു, സർവീസായി. അപ്പൊ സർവീസായി കാര്യം അറിയിക്കുന്നു. ഞാൻ വണ്ടി പുറത്തേക്ക് ഇട്ടിട്ട് പൊന്നുവിനെ ഗേറ്റ് അടച്ചിട്ടാണ് ഇനി അവൾക്ക് കയറാനായിട്ട്. അപ്പം ഇനി വെയിറ്റിംഗ് ആണ്, അവിടെയാണ്. ഗേറ്റ് അടച്ചിട്ട് വരട്ടെ അല്ലേ? 62 ആയാലേ സർവീസായി, അതാണ് ഇനിയുള്ള പ്രശ്നം. ഇനി നമ്മുടെ വർക്കും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ പോണതിന് മുന്നേ സർവീസ് തീർക്കണം. ഇനി വർക്കുണ്ട്, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കൊടുത്ത പണി പാടും. ഈ പ്രാവശ്യം കൊടുത്തതിന് കുറച്ചധികം പണിയുണ്ട്. കാരണം ബാക്ക് സൈഡത്തെ ഈ ടയറിൻ്റെ അടിയിൽ ഒരു മാറ്റില്ലേ, അത് മഴ കൊണ്ടുകൊണ്ട് മഴയത്ത് നിറച്ച് വെള്ളമുള്ള നമ്മുടെ ഈ റോഡിലൊക്കെ പോയിട്ട് ഫുള്ള് പൊട്ടി. അപ്പം അത് മാറ്റണം, അതെന്തായാലും ടൈം എടുക്കും. അപ്പോൾ അത് നല്ലൊരു പണിയുണ്ട്. അപ്പോൾ പൊന്നുവിൻ്റെ ആഗ്രഹം പോലെ അമ്പലത്തേക്ക് പോകാം. 9:40 ഇനി വേഗം പോയാലാണ് എത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ പണിപ്പാടും. ഓക്കെ, അവിടെ എത്തിയിട്ട് കാണിച്ചു തരാട്ടെ. എൻ്റെ കണ്ണെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ അറിയില്ല, ഭയങ്കര ഇറിറ്റേഷനാവുണ്ട്, ഭയങ്കര ചൊറിച്ചൽ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണ്ട, ഇപ്പം അറിയണ്ട കേട്ടോ. അപ്പോൾ പോയാലോ പൊന്നാ? ഓക്കെ, നേരെ വൈകണ്ട, വേഗം തന്നെ പോവാം അല്ലേ? എന്നാലാണ് കറക്റ്റ് ടൈമിന് ഇനി അമ്പലത്തേക്ക് എത്തുള്ളൂ, ഇല്ലാതിൻ്റെ പണിപാടും. അപ്പോൾ അവർ അമ്പലത്തേക്ക് പോകണു.
പോട്ടെ. കാണണ്ട എന്താ ജലദോഷം പിടിച്ച് ഫുള്ള് പണിയാണ്. അതാണ് സഹിച്ചൂടാത്ത. ഇങ്ങനെ പണി കെട്ടിക്കൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ അവസ്ഥ. ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജലദോഷം അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിപ്പോൾ ഉണ്ടായത് ഭയങ്കര ബുദ്ധിമുട്ടായി. മൂക്കായാലും കണ്ണു പാണ്ടില്ലേ ആകെ ചോന്നിതായിട്ടാണ് നിൽക്കുന്നത്. എന്താവും. പിന്നെ ഏറ്റവും വലിയ രസം എന്താ പറയുക, ഞങ്ങൾ അവിടെ നിന്ന് ഈ അമ്പലത്തേക്കൊരു നടക്കാളോ 2 മിനിറ്റ് 3 മിനിറ്റ് നടക്കാളോ ദൂരമാണ്. പക്ഷെ ഞങ്ങള് വന്നിട്ടില്ല. ഇപ്പൊ കുറച്ചായി വന്നിട്ട് എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പോകും. അപ്പൊ എന്തായാലും ഇന്ന് രാവിലെ തന്നെ നമുക്ക് അമ്പലത്തിൽ പോകണം. ഓക്കെ പോവാം. അപ്പൊ അവളെ അമ്പലത്തിൽ പോയി ഞാനിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് എന്തായാലും ഉണ്ടാവും. അവളവിടെ ഒന്ന് കറങ്ങി വരാം. പിന്നെ എന്തൊരു മോതിരത്തിന്റെ കേസ് പറഞ്ഞു, അത് നോക്കണം എന്ന് പറഞ്ഞിട്ട്. എവിടെ നിന്നൊക്കെയാ കണ്ണിന്ന് മൂക്കുന്നൊക്കെ വെള്ളം വരിക. എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഒരു സാധനം ഇതടിച്ച് ചിലപ്പം ഒന്നല്ലെങ്കിൽ എന്റെ മൂക്ക് തീർക്കും. രണ്ടു കണ്ണിൽ കൂടി ഇപ്പൊ വെള്ളം വന്നു. അമ്മേ അടഞ്ഞു മൂക്ക് തുറന്നു. ഇനി നേരത്തെ റെഡി ആയല്ലോ. രണ്ടു കണ്ണിൽ കൂടി വെള്ളം വന്നു. തേച്ച അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യാം. അവര് പോയിട്ട് വേഗം വരട്ടെ അല്ലേ. അവിടെ ഫോണിൽ കുത്തിക്കളിച്ചിരിക്കട്ടെ. അതാലേ എനിക്ക് സമയം പോകുള്ളൂ. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടാ. അല്ല നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്കല്ലേ വരുന്നുള്ളൂ. അത്യാവശ്യം വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 മണിക്ക് അടയ്ക്കുന്ന പറഞ്ഞു. ഇപ്പൊ 9:46 അപ്പൊ വേദന അത് പറഞ്ഞേ. അവിടുന്ന് 43 ഇറങ്ങിയിട്ടുള്ളൂ. അത്രയും നടക്കാനും വണ്ടിയിലൊക്കെ ഉള്ളൂ. അത്ര അടുത്താണ് നമുക്ക്. അപ്പൊ ബാക്കി വിശേഷവും കാര്യങ്ങളൊക്കെ കാണാം. ഇനി വീട്ടിൽ പോയിട്ട് ആ സാധനം കൊടുക്കണം. അത് അവിടെ നിന്ന് എടുത്തു തന്നതാ. നമ്മുടെ കവർ അവിടെയും പെട്ടു, അവരുടെ കവർ നമ്മുടെയും പെട്ടു. അതാണ് ഇപ്പൊ ഉണ്ടായത്. അപ്പൊ അത് കൊടുക്കാൻ പോണം. പിന്നെന്താ പിന്നൊന്നുമില്ല തോന്നുന്നു. പിന്നെ അങ്ങനെ കാണാം ഉണ്ടാവുന്നു. ഓക്കെ. കുഞ്ഞിക്കാല് വെച്ചിട്ട് വരണോ കൊത്തി. അയ്യോ കാണാല്ലേ. മാമീനൊക്കെ വിളിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. ചോദിച്ചോക്കെ എന്താണെന്നുള്ളത്. കാണാനില്ലല്ലോ ദാ വരുന്നു കുഞ്ഞേ. പാത്തിച്ചാ എന്താ പാത്തിച്ചാ? വീടാവാൻ പാത്തിച്ചു. കുട്ടി കുറുമ്പൊന്നില്ല അടിച്ചാ പാത്തിച്ചു. അപ്പ നല്ല കുട്ടിയായിച്ച പാത്തിച്ചു ഇല്ലേ കാത്തുമ്മ? ഇതൊക്കെ പാത്തിച്ചില്ലേ നമ്മള്? കുറുമ്പ് വരാതിരിക്കാൻ പാത്തിച്ച നീ. പോവാ നമുക്ക്. ഹലോ മറ്റേ പാട്ട് ഓർമ്മ വരിക. റോഡ് എവിടെ മക്കളെ? മറ്റേ മറിമായത്തിലാവും പാടുണ്ട് റീല്. റോഡ് എവിടെ മക്കളെ? കുറച്ചാളായാലും നമ്മള് കക്കാടമ്പലത്തിൽ വന്നിട്ട് പറഞ്ഞ മുന്നേന്ന് വെച്ചാൽ ഞങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ അമ്പലത്തിലൊക്കെ വരികയായിരുന്നു. പിന്നെ നമ്മളിടയില് ഒരു 3-4 മാസമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോ മൊത്തത്തിൽ അമ്പലപ്പോക്ക് കുറവായില്ലേ? അല്ല അതിന്റെ ആവശ്യമല്ല കുറഞ്ഞത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. എന്തിയാളെ കാണിക്കുന്നത്? ചെയ്തത് ഇപ്പൊ നല്ല സ്വഭാവമായിട്ട് അവന് തോന്നുന്നുണ്ടാവും. KSRTCക്കൊക്കെ എന്തു ആവാന്നുള്ളൊരു ധാരണയാണ്.
ഒരു മാച്ചല്ല സുന്ദരിയാക്കിയാന്നത് അമ്മ. കാത്തോണ്ട് പോയിട്ട് നടന്ന് പ്രാർത്ഥിക്കണ നല്ല അതിന്റെ ഇടയിൽ ഇങ്ങത്തെ മരണപ്പാച്ചലും പാഞ്ഞിട്ട് എങ്ങട്ടായി വരും? അതിന്റെ ഉള്ളിൽ മനുഷ്യർ തന്നെ അല്ലടോ. അങ്ങനെ അപ്പൊ കാത്തു നമ്മളെവിടെ എത്താറായി നോക്കി നോക്കിയേ. അല്ലെങ്കിൽ ആളെ ഉമ്പാന്ന് പറഞ്ഞിട്ടിരിക്കും. എവിടെ എത്താറായി? ആരാ ആരാ? അപ്പ ഇപ്പൊ നമ്മള് പാറമ്പാടൊക്കെ എത്തിക്കഴിഞ്ഞാൽ ആൾക്ക് അറിയാട്ടോ വീട്ടിലേക്കുള്ള വഴിയാണ് അപ്പ അമ്മ എന്നൊക്കെ അല്ലേ. അപ്പ അമ്മ പിന്നെ ആരുള്ള അവിടെ? അപ്പ അമ്മ കഴിഞ്ഞ് പിന്നെ ആരാള്? മാമ മേമ മാമ പിന്നെ പാപ്പന അത്ത. അപ്പൊ അങ്ങനെ ബാക്കിയൊരു വിശേഷവും കാര്യങ്ങളൊക്കെ. മാമ മേമ മേമ ആ. അപ്പൊ ഞാൻ അമ്മ അവിടെ സാമ്പാർ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ വീട്ടില് നൂലപ്പം മുട്ടക്കറി മുട്ട ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ കറി മൊത്തം ഉണ്ടാക്കി വെച്ചല്ലോ. ഞാൻ അമ്പലത്തിൽ പോയി വന്നിട്ട് മുട്ട പുഴുങ്ങിയിടാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞൊന്ന് ഉച്ചയ്ക്ക് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാം. പരീക്ഷണങ്ങളാണ് ഇനി കുറച്ച് ദിവസത്തേക്കാണ്ട്. ഇന്നത്തെ മുട്ടക്കറി പരീക്ഷണ. ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന പോലെയല്ല തോന്നുന്നുണ്ട്. എന്നിട്ട് ഞാൻ എവിടുന്ന് 62,000 രൂപ കിട്ടാണ്. 62,000 എനിക്ക് പൈസ മാത്രം മനസ്സിൽ വരല്ലോ കേട്ടാ. സർവീസ് കുറച്ച് ദിവസം അവിടെ ഇരിക്കട്ടെ. എന്തപ്പത് എന്നും സർവീസ് ചെയ്താൽ മോശമല്ലേ. അപ്പൊ ബാക്കിയുള്ള ശേഷം കാര്യം കാണാം. കാത്തു അമ്മാമ്മയുടെ അടുത്ത് എത്തിയിട്ട് കാണാൻ പറ. അമ്മ അപ്പ കുറച്ച് ഫ്രണ്ടിൽ കിട്ടോ വയ്ക്ക്. ആരാടുണ്ടാവും? ഇല്ലല്ലോ നൂലപ്പം മുട്ടക്കറി ഉണ്ടാക്കിണ്ടേ പിന്നെ ആയിരിക്കും. ആ ഇരിക്കണില്ല കേട്ടാ. അമ്മ അമ്മ അവിടെ അമ്മയച്ഛനും പോണേ. എന്റെ വാശിയാട്ടാ. ഗേറ്റ് അടക്കണാ. അപ്പൊ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട. കാരണം അച്ഛനമ്മ ട്യൂഷനോടൊക്കെ പോകാൻ നിൽക്കാൻ ഇവിടെ വന്നിട്ട് അവർ കൂടെ പോകാൻ പറ്റാത്ത വിഷമം. അമ്മ ഇനി വീട്ടിൽ പോലും ഉച്ചത്തെ കാര്യങ്ങൾ നടക്കണം. അതുകൊണ്ടാ പിന്നെ എൻ്റെ രാവിലത്തെ ഫുഡും തീരില്ല. അപ്പൊ അതാ ഭയങ്കര മഴയാട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങണോടായിട്ട് എനിക്ക് തോന്നുന്നു കാത്തുണ്ട് കരച്ചില്. കാത്തു കരച്ചില് ഭയങ്കര മഴ. അച്ഛനമ്മ ഇറക്കിട്ട് പോയാ. ഈ അച്ഛനമ്മ ട്യൂഷൻ ആക്കണ്ടാണല്ലോ പിള്ളേരെ. ആക്കാതെ അവരെയും കൂടെ അങ്ങനെയാവില്ല. അവരിപ്പോ ഇങ്ങടെ പോട് ചായക്കുള്ള കടി മേടിക്കാനോ? 4 മണിക്കുള്ളത് സ്നാക്സ്. അതവനെ പിന്നെയും ചാൻസ്. അച്ഛനമ്മയും കൂടെ പോയി ആരെ കാണാനില്ല. നേരത്തുള്ള എവിടേക്കാ പോയി? ഭയങ്കര മഴയായിട്ടാ. നമുക്കൊരു കൊട മേടിക്കണം കേട്ടാ. മഴക്കാലം തുടങ്ങി. ഇനി മേടിക്കാതിരുന്നാ ശരിയാവില്ല. എന്ത് മഴയാന്നാ പറയാ. കുട്ടി കുളിച്ചിട്ടില്ല തോന്നുന്നു. ഇയാള് കുളിക്കിറങ്ങിയതാ. ആ കുട്ടിയുടെ അത് അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ. ഞങ്ങളാള് സൂപ്പർ മാർക്കറ്റിൽ പോയി അതൊക്കെ മേടിക്കുകയാണ്. ഏട്ടൻ പോകുമ്പോൾ നല്ല മഴയായിരുന്നു. പക്ഷെ ഇപ്പൊ ആ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് കേട്ടാ. കാത്തുമ്മ ഭയങ്കര വാശിയാ അവൻ്റെ കൂടെ പോകാൻ പറ്റാത്തതിൽ. അപ്പ പക്ഷെ ഈ മഴയത്ത് ആളും കൊണ്ട് പോകാൻ എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പം ഏട്ടൻ ഞങ്ങൾക്ക് വരുമ്പോൾ മിഠായി മേടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേടിച്ചോടുന്ന മിഠായി എന്താണെന്ന് കാണണം നിങ്ങൾക്ക്. കപ്പലാണ്ടി മിഠായി കുട്ടിക്ക് ഇഷ്ടമായൊക്കെ ചെയ്തു. പക്ഷെ അത് ഞാൻ ചപ്പിയിട്ട് അതിൻ്റെ മധുരമെല്ലാം കളഞ്ഞിട്ട് കപ്പലാണ്ടി മാത്രം കൊടുക്കണം.
കാരണം അവൾക്ക് ഏറ്റവും മധുരം ഇഷ്ടമല്ല. ഇപ്പം മഞ്ച് മേടിച്ചാലും എനിക്കാണ് കോളടിക്കുക, ഞാനാണ് കഴിക്കുക. അവൾ എനിക്ക് വായിൽ വെച്ച് തരും, ഞാൻ തിന്നും. ആൾക്ക് പിടിക്കാൻ അങ്ങനെ പോണ മധുരങ്ങളൊക്കെ നേരത്താണ് ഈ തീരെ അപ്പേരും ഇഷ്ടമല്ല. മോളും പരിപാടിയാണ്. മീൻ ഒരു മേടിക്കാൻ വട്ടം പോക്ക് വേനയ്ക്ക് ഒരു മീനെ മേടിച്ചിട്ട് വരാമെന്ന് കേട്ടോ മീൻ നന്നാവണേ. മേടിക്കാൻ പോകുന്നുണ്ട്. പിന്നെ അന്നേരം കൊണ്ട് അതിന്റെ ഞാൻ ഇടയിൽ ഞാൻ കപ്പലാണ്ടി മിഠായി തിന്നാന്നൊക്കെ വിചാരിച്ചു. എനിക്ക് ഭയങ്കര കപ്പലാണ്ടി മധുരം. മിഠായി ഭയങ്കര രാവിലെ ഇഷ്ടമാണ്. ഒന്നും കഴിക്കാത്തോണ്ട് പക്ഷേ കാത്തുമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ഇതാണ് പണി. എന്താ മീമിനെ വെച്ചാ ഫിഷ് നമുക്ക് പറഞ്ഞു ഫിഷ് 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 പറയടി ഫിഷ് പറയടി ഫിഷ് പറയടി ഫിഷ് കുഞ്ഞിമോ പറയ് ഫിഷ്. പിന്നെ വീടെത്തിയപ്പോൾ ഞാൻ വേഗം മുട്ടയൊക്കെ പുഴുങ്ങി കറിയിലേക്ക് ഇട്ടിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡെല്ലാം ഞങ്ങൾ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോഴും മൊക്കത്ത് കാത്തു തന്നെ. ഈ കാത്തുമ്മ മെയ്തൊന്നും ഇറങ്ങില്ലേ, നീജമ്മ ഉണ്ടെങ്കിൽ ഇറങ്ങില്ല. പക്ഷെ എൻ്റെ വീട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ ഒരു ബുദ്ധിമുട്ടില്ല. പാല് കുടിക്കാൻ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ബാക്കിയുള്ള ടൈമൊക്കെ അവള് അവിടെ നടക്കും, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒക്കെ കയറി പോവും. അങ്ങനെയാണ്. അപ്പോഴേക്കും വായിൽ മുട്ടയുടെ ഉണ്ടിട്ടിട്ട് തൊണ്ടയിൽ ഇരുന്നിട്ട്. പക്ഷെ അവൾക്കൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, തൊണ്ടയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ആയി കഴിഞ്ഞാൽ അവൾക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവൾ എന്നാക്കിയിട്ട് അവൾ റിട്ടേൺ കണ്ട് എടുക്കും. രണ്ടും കറി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഈ മുട്ടയൊക്കെ കഴിക്കുമ്പോൾ ആൾക്ക് തൊണ്ടയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ ചെറിയ പീസൊക്കെ പോയി കഴിഞ്ഞാൽ അവൾ തന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തോളും. അപ്പോൾ ഞാൻ അവൾക്ക് നൂലപ്പം കൊടുത്തു. ആൾക്കെന്ന് വെച്ചാൽ മുട്ടയുടെ ഉണ്ണി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അവൾക്ക് പൊട്ടിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇന്നൊരു തുണ്ട് അവളെ തൊണ്ടയിൽ ഒട്ടിപ്പിടിച്ചു. അപ്പം അതിൻ്റെ ഇടയിൽ അവൻ എന്നിട്ട് എന്താണ് സോപ്പ് ഇടുക, എന്തൊരു കാര്യത്തിനായിട്ട് സോപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അപ്പോഴേക്കും കറിയൊക്കെ വിളമ്പി ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു. വേറെ ഒന്നുമില്ല, എന്തായിരുന്നു ഞാൻ മറന്നു, സത്യത്തിൽ മറന്നു. എന്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും വിട്ടു. അപ്പം അങ്ങനെ എന്തോ ഓരോന്നും പറയട്ടെ. ഞാൻ അതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് വൃത്തിയോട് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാത്തുമ്മോട് പറയുന്നുണ്ട്. അപ്പം അവന് നൂലപ്പം ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവന് കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റേ ഇല്ല. പക്ഷെ ഞാൻ കഴിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂലപ്പം. ഒരു പക്ഷേ ദോശ ഇങ്ങോട്ടൊക്കെ എനിക്കൊരു ഇഷ്ടമാണ് നൂലപ്പം പാലും. കുറേ ചെറുപ്പത്തിലേ കുറേ കഴിക്കായിരുന്നു. അപ്പം എങ്ങനെയുണ്ട് കഴിച്ചപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിന് ഇത് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പ്ലേറ്റ് ഉണ്ടായിരുന്നു, ഇത് ഇന്നെന്താന്ന് പറഞ്ഞു. അവന് ഇഷ്ടമില്ലാത്ത ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ഓരോന്ന് എണ്ണി പറക്കൊണ്ടേ ഇരിക്കും ഫുഡ് തീരുന്നവർക്ക്. കാത്തുമ്പോൾ നല്ല ഇഷ്ടത്തിന് കറിക്ക് കൂട്ടി കഴിച്ചു തന്നു. കാത്തുമ്മയ്ക്കും ഇഷ്ടമാണ് കേട്ടോ. ഞാനും കാത്തുമ്മയും കഴിച്ചു. ഏട്ടൻ നരച്ചോനൊന്നും കഴിച്ചിട്ടില്ല. ഏട്ടൻ കഴിച്ചത് മൊത്തം ഞങ്ങളുടെ 3 ആളുടെയും മുട്ട അവൻ തന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. കറിയിൽ മിക്സ് ചെയ്തിട്ട് അതിന് മുട്ടക്കറി ഭയങ്കര ഇഷ്ടമായി. അതിലിങ്ങനെ മുട്ട കുഴച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ കറിയിൽ മിക്സ് ചെയ്തിട്ട് ഏട്ടൻ ഞങ്ങൾ 3 ആളും മുട്ട കഴിച്ചിട്ടുണ്ട്. നൂലപ്പം മൊത്തം ഞാൻ കഴിച്ച്. അവനിട്ട് നൂലപ്പം അവൻ കഴിച്ചു, പിന്നെ എടുത്തില്ല എന്നുള്ളൂ. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കട്ടെ. നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ ഒരിക്കലും ടി വിയുടെ മുന്നിലിരുന്ന് കഴിക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കഴിക്കാറൊക്കെ ഉണ്ട്, ടി വിയുടെ മുന്നിൽ നിന്ന് ഫുഡ് കഴിക്കാൻ. ശരിക്കും പറഞ്ഞാൽ കഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഫോൺ അടുത്ത് വയ്ക്കാൻ പാടില്ല. അതിപ്പോൾ എൻ്റെ അടുത്ത് വർക്കിൻ്റെ ഫോണൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ ഫോണിൽ നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ഫാമിലി ആയിരിക്കുമ്പോൾ അങ്ങനെ ഫാമിലി വർത്താനൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ ഫുഡ് കഴിക്കണം. അതിന് വേറെ തന്നെ ഫീൽ ആട്ടാ. അപ്പം ഏട്ടൻ കാത്തുമ്മയ്ക്ക് ഓരോന്ന് വായിൽ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്താലാണ് കാത്തുമ്മ ഫുഡ് കഴിക്കും. പക്ഷെ ഇങ്ങനെ കൊടുക്കാൻ കഴിവ് ഏട്ടനുള്ളൂ കേട്ടോ. എന്നോണ്ട് പറ്റില്ല ഇങ്ങനെ കുട്ടികളെ മൈൻഡൊക്കെ മാറ്റിയിട്ട് ഫുഡ് കൊടുക്കാൻ. ഇതൊക്കെ ഏട്ടൻ തന്നെയാണ് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് കാത്തുമ്മയ്ക്ക് ഫുഡ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിച്ച് ഞാൻ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. ഏട്ടൻ അവിടെ ഇരുന്ന് ആൾക്ക് ഫുഡൊക്കെ കൊടുത്ത് റെഡിയാക്കും. അവളെ ഫുഡ് തീറ്റി കഴിഞ്ഞിട്ടോ അവൾ മതിയാക്കി തുടങ്ങി. ഇത്രയ്ക്കുള്ള ഒരു 3-4 വായ, പിന്നെ അത് 10 മിനിറ്റിന് വീണ്ടും ഇതേപോലെ 3-4 വായ വീതം ഏട്ടൻ കൊടുക്കും. അങ്ങനെ ഏട്ടൻ കുറച്ചേശ്ശെ കൊടുത്ത് റെഡിയാക്കി കോളും അവളെ. എന്തായി എന്താ കണ്ണിക്കൂടെ പൊന്നിച്ച് പോവാന്നൊക്കെ കേട്ടില്ലേ, ആ ഒരു ഫീല് മോള് കുസ്തി പിടിക്കുമ്പോ ഞാൻ പറഞ്ഞു മതി നിർത്തുന്നു പറഞ്ഞാ ഇരിക്കും, ഞാൻ തുടച്ചേരാം. ഇരിക്കും, നോക്കട്ടെ. ആദ്യം വേനിക്കിട്ട് പറയുമ്പോൾ ഇത്ര വിചാരിച്ചില്ല. ഈശ്വരൻ നന്നായി ചോറേണ്ട കേട്ടാ.
അങ്ങനെ ഏട്ടൻ്റെ മൂക്കുന്ന ചോരയൊക്കെ വന്നതൊക്കെ തുടച്ച് സെറ്റാക്കിയതിന് ശേഷം ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള പണിയിലേക്ക് കിടക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ റെസിപ്പി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരെല്ലാവരും പോയി കാണുക. ഒരു അടിപൊളി ബിരിയാണി കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ ലാസ്റ്റ് വീഡിയോ താഴെ കൊടുക്കാം. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതും ഒരു 15 മിനിറ്റുള്ളിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തീരും കേട്ടോ. അത്രയും ടൈമാണ് വേണ്ടത്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമുക്ക് ഈ ചോറ് കറിയൊക്കെ വെച്ചെടുക്കുന്ന ടൈമിൻ്റെ ഉള്ളിൽ അതിൻ്റെ പകുതി ടൈം മതി നമുക്കിങ്ങനെ ഒരു ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ. ശരിക്കും ബിരിയാണി ഉണ്ടാക്കാന്ന് പറയുമ്പോൾ എന്ത് വലിയ പണി പോലെയാണ് എല്ലാവരും പറയുക. പക്ഷേ ഇങ്ങനെയുള്ളൊരു സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് 15 മിനിറ്റുള്ളിൽ രാവിലെയൊക്കെ പിള്ളേർ സ്കൂളിൽ പോകാണ്ട് മുന്നേ ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഇഷ്ടമാണ്, നമ്മളെ പണി പെട്ടെന്ന് തീരുകയും ചെയ്യും. അപ്പം അതിനാവശ്യമുള്ള ഐറ്റംസ് എല്ലാം ഞാൻ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പച്ചക്കറിയൊക്കെ തലേദിവസം അരിഞ്ഞ് കഴിഞ്ഞാൽ 15 മിനിറ്റ് വേണ്ട. അപ്പോൾ കണ്ട ബിരിയാണിയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെയല്ലേ, ഇതൊരു പാത്രത്തിൽ മാറ്റി ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൊണ്ടൊന്നും ഒട്ടാതെ തന്നെ നല്ല ടേസ്റ്റായി കിട്ടും കേട്ടോ. എനിക്കിത് പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. അത്ര അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റിനെ കുറിച്ചിട്ട് കമൻറ്റ് ഇടുക. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടു, അപ്പോൾ എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നു, നാളെ തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കി വെക്കുന്നുണ്ട് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരെല്ലാവരും പോയിട്ട് ആ കുക്കിംഗ് വീഡിയോ കണ്ടോളൂ. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ലിങ്ക് പിൻ ചെയ്തിടാം കേട്ടോ. വീഡിയോയുടെ ഞാൻ മറക്കില്ലെന്ന് എനിക്കറിയില്ല, ഞാൻ പല ദിവസം ഇങ്ങനെ പിൻ ചെയ്തിടാം. ലിങ്ക് കൊടുക്കാന്നുണ്ട് ഞാൻ കൊടുക്കാതിരിക്കും കമൻറ്റ്സ് വരാണ്ട്. ചേച്ചി കൊടുക്കാന്നുണ്ട് കൊടുത്തില്ലല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് മറന്നു പോകട്ടാ. ഞാൻ ഇങ്ങനെ കമൻറ്റ് പിൻ ചെയ്യാൻ മറന്നാലും നിങ്ങൾ ജസ്റ്റ് വീഡിയോയിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കിടക്കുന്നുണ്ട് നമ്മളിതിൻ്റെ ഫുൾ റെസിപ്പി. ശരിക്കും ഒരു കുക്കിംഗ് വീഡിയോ പോലെ തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഞാൻ ഇനി ഇങ്ങനെ വെള്ളം ഉണ്ടാക്കുമ്പോൾ അതേപോലെ കുക്കിംഗ് വീഡിയോ ഇടണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അപ്പുറത്ത് കോളിഫ്ലവർ വറുക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് വെജിറ്റബിൾ ബിരിയാണിയും കോളിഫ്ലവർ വറുത്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് വെജിറ്റബിൾ ഫുഡാണ്. നല്ല മഴ പറഞ്ഞാൽ മുടിഞ്ഞ മഴ പുറത്ത് വീശിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പണി കാരണം ആ ബാക്ക് എനിക്ക് വൃത്തിയാക്കണം. അവിടെ ഒക്കെ അടിപൊളിയായി വെള്ളം നന്നായി വരുന്നുണ്ട്. വെള്ളം നന്നായിട്ട് വരും. അവരെ ഫ്രണ്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞില്ലേ, കാരണം ഫ്രണ്ടിലത്തെ ഡോറ് എളുപ്പമല്ല. അപ്പോൾ കഴിക്കട്ടെ കേട്ടാ. ഞാൻ പൊണ്ടാട്ടി കുറേ നേരം ഇരുന്ന് ഇത് ഉണ്ടാക്കാൻ 15 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അല്ല, രാവിലെ മുതല് കഷ്ടപ്പെട്ടു. ഞാൻ എഴുന്നേക്കണേന് മുന്നേ നീ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സാധാരണ ഞാൻ എഴുന്നേറ്റിട്ടാണ് അവിടെ എഴുന്നേക്കാറ്. ഈ പ്രാവശ്യം എല്ലാം എഴുന്നേറ്റും. ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അടുക്കളയൊക്കെ അടിപൊളിയായിട്ടായിരിക്കണേ. അപ്പൊ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി, എനിക്ക് സന്തോഷമായി. കിട്ടാത്ത പോലെ ആണല്ല, എഴുന്നേറ്റ് വരുമ്പോഴേക്കും കിട്ടി. റൈസ് അടിപൊളിയുണ്ട് കേട്ടോ. കോളിഫ്ലവർ എൻ്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയുണ്ട്. ചെറിയൊരു ഫ്ലോപ്പ് കോളിഫ്ലവർ പറ്റിയുള്ള കാര്യം പറയാമല്ലോ. അതാവും കുറേ നേരം അവൻ മറന്നു ഗ്യാസ് ഓൺ ആക്കിയിട്ടിട്ട് ചൂടുവെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ച് പോയതാ. അപ്പൊ ഇത്ര പോരാന്നിട്ട് അവ ഒന്ന് ഓൺ ആക്കിയിട്ടിട്ട് മറന്നു. ഞാൻ അതെന്റെ ഭാഗത്ത് പറ്റിയ അത് കോളിഫ്ലവർ ഇത്തിരി ഫ്ലോപ്പാണ്. റൈസ് അടിപൊളിയുണ്ട്. ടേസ്റ്റ് ഉണ്ടാ അല്ലേ? എനിക്ക് 2 അമ്മേനെ വിളിക്കൊക്കെ റൈസ് അടിപൊളിയല്ലേ. കോളിഫ്ലവർ മാത്രം അത് എൻ്റെ പറ്റിയ തെറ്റാണ്. ഞാൻ കഴിച്ചോട്ടെ. എങ്ങനെയുണ്ട് ചേച്ചിയെ? എനിക്കിഷ്ടമായിട്ടാ, അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ പറ്റിയ ഒരു മിസ്റ്റേക്ക് മാത്രമാണ് എനിക്കൊന്ന് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും ഇതെന്താ അറിയോ, സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തൂടെ ഏറ്റവും നല്ല ഇതാ. കാരണം അധികം ടൈമില്ല, ഒന്നും വേണ്ട, സലാഡ് മാത്രം മതി. ഞാൻ ഇത് ഉണ്ടാക്കാനുള്ള കാരണം നമുക്ക് ഇങ്ങനെ കുറച്ച് റൈസുകളൊക്കെയല്ലോ ഞാൻ ആലോചിക്കാം. കാരണം കാത്തുന്ന് വെച്ചാൽ ചോറ് കറികൾ എനിക്ക് വെച്ച് കറിയായിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമല്ല. എനിക്കാകുമ്പോൾ 1-2 എണ്ണം വേണം. എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ മതി എന്ന് പറയാൻ വേണ്ടി നമ്മൾ കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രാവിലെ എന്നിട്ട് അമ്പലത്തിൽ പോവുക അല്ലേ, അടുത്തുണ്ടായിട്ട് നമ്മൾ പോയില്ലെങ്കിൽ ഇതല്ലേ. അപ്പൊ ഇനി ഞാൻ പൊന്നിനെ ഒന്ന് കൊണ്ടാക്കാൻ തീരുമാനിച്ചു. പറ്റുന്ന ദിവസങ്ങളൊക്കെ മാക്സിമം പോയി രാവിലത്തെ ഇനി അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരാം അല്ലേ. ഇപ്പൊ ഫുഡ് എന്തായാലും അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കാരണം സ്കൂളിൽ പോകുമ്പോ കുട്ടികൾക്ക് കൊടുത്തു. ഓക്കെ, അപ്പൊ
എനിക്കിഷ്ടമായി. കുട്ടികൾക്ക് കൊടുത്തേക്കാം. കുട്ടികൾക്ക് കൊടുത്തേക്കാൻ ഏറ്റവും നല്ല ഫുഡാണ്. കാരണം വെജിറ്റബിൾസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് എന്താ പറയാ, ഈ കോളിഫ്ലവർ ഒന്നും കൂടി അത് എൻ്റെ പറ്റിയ തെറ്റാ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗ്യാസ് ഓണായിട്ട് കുറേ നേരം ഇരുന്നു. പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നേ, അപ്പോഴത്തേക്ക് ഇത് വെന്തുടഞ്ഞുടങ്ങി. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഉണ്ടായത്. മറ്റേതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കോളിഫ്ലവറും റൈസും കൊടുത്തു വിടാൻ പറ്റും. അപ്പോൾ അടിപൊളിയാണ് ഈ സാധനം. ഓക്കെ, അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളൊരു കമൻറ്റ് നമുക്ക് ഇട്ട് തരിക. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും എല്ലാം ഇനി കമൻ്റായിട്ട് അറിയിക്കാം. നിങ്ങളെ വല്ല ടിപ്സ് ഇങ്ങനെ വല്ല നിങ്ങളുടെ സ്പെഷ്യൽ റെസിപ്പികളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്നില്ല ഇൻസ്റ്റയിൽ അയച്ചു തരിക, അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ആയിട്ടിടുക. അപ്പം ഞാനതെല്ലാം പരീക്ഷിച്ച് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതായിരിക്കും. ഇങ്ങനെ കുറേ പരീക്ഷണങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഓടി വരാം. ഓക്കെ.